ഫർസാനയുടെ ചിരിക്കുന്ന മുഖമാണ് ഇപ്പോഴും മനസ്സിൽ. പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടി. അഫാൻ എന്ന് പറയുന്ന ആ കൊടും ക്രിമിനലിനെ അല്ലെങ്കിൽ സൈക്കോയെ പ്രണയിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമാണ് ആ പെൺകുട്ടി ചെയ്തത്. താൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകും എന്നുള്ള ആ സൈക്കോയുടെ ചിന്തയാണ് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത്. അതായത് അവൾക്ക് അച്ഛനും അമ്മയുമുണ്ട്, ഒരു സഹോദരനുണ്ട്, താനില്ലെങ്കിലും അവൾ ജീവിക്കും എന്ന ചിന്തിക്കാനുള്ള വിവേകം പോലും അഫാൻ എന്ന് പറയുന്ന ആ കൊടും ക്രിമിനലിന് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. അഫാനയെ കസേരയിൽ ഇരുത്തിയിട്ടാണ് തലയിൽ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് വളരെ 10ഓളം തവണയാണ് ചുറ്റിക കൊണ്ട് തലയിലേക്ക് ആഞ്ഞടിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസാക്ഷിയുള്ളവർക്കാർക്കും അത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു മരണങ്ങളും, അതായത് ഈ അനുജൻ്റെ മരണമാണെങ്കിലും മുത്തശ്ശിയുടെ മരണമാണെങ്കിലും വലിയച്ഛൻ്റെയും വലിയമ്മയുടെയും മരണമാണെങ്കിലും നമുക്കൊരിക്കലും അത് പോലീസ് വിവരിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനോ കേട്ടുകൊണ്ടിരിക്കാനോ കഴിയില്ല. അത്രയും ക്രൂരമായാണ് അഫാൻ ഓരോരുത്തരെ കൊന്നിട്ടുള്ളത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ വെഞ്ഞാറമൂട് പരിസരത്തൊക്കെ പട്ടികളെ തലക്കടിച്ച് കൊന്ന് ഇട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇത് അർഫാൻ പരിശീലനം നടത്തിയതാണോ, കുറേ നാൾ മുമ്പുള്ള ഇയാളുടെ ഗൂഢാലോചനയാണോ, അതിന് ഇയാൾക്ക് ആരെങ്കിലും ട്രെയിനിങ് നൽകിയിരുന്നോ? ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ മരണം വരിക്കണം, അതിനുശേഷം ഇയാൾ അടിക്കുന്ന ഓരോ അടിയും ഇയാളുടെ മാനസിക നില അല്ലെങ്കിൽ ഇയാളുടെ പകയുടെ, ദേഷ്യത്തിൻ്റെ, ഒന്നുമാകാൻ പറ്റാത്തതിൻ്റെ ഒക്കെ സങ്കടത്തിൻ്റെ പ്രതിഫലനമാണ് ബാക്കി അടി എന്നുള്ളത്. അപ്പോൾ ഈ പട്ടികളൊക്കെ മരിച്ചു കിടന്നത് അല്ലെങ്കിൽ ചത്തു കിടന്നത് ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പരിശീലനം നേടാനായി പട്ടികളെ ഇങ്ങനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോൾ ഓരോ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തായാലും അർഫാൻ്റെ ഉമ്മ പറയുന്നത്, ഞാൻ കട്ടിലിൽ നിന്ന് വീണ് മാരകമായി പരിക്ക് പറ്റിയെന്നാണ്. ആ ഉമ്മ അറിഞ്ഞിട്ടിരിക്കില്ല ഒരുപക്ഷെ ഉമ്മയുടെ ഉമ്മ മരണപ്പെട്ടത് അത് തൻ്റെ മകൻ്റെ കൈകൊണ്ടാണെന്ന്, ഭർത്താവിൻ്റെ സഹോദരനും സഹോദരിയും മരണപ്പെട്ടത് തൻ്റെ മകൻ്റെ കൈകൊണ്ടാണ് എന്നൊക്കെയുള്ളത് ഒരുപക്ഷെ ഈ ഉമ്മ അറിഞ്ഞിട്ടുണ്ടാകില്ല. എന്തായാലും ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൊന്നതിന് ശേഷം, കാരണം അഫാൻ ഈ ഓരോരുത്തരെയും കൊന്നതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാൾ പറയുന്നത് ഞാൻ കൊന്നു എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ മാത്രമേ പോലീസിന് ലഭിച്ചിട്ടുള്ളൂ. ആഴത്തിലുള്ള മുറിവുകൾ തലയോട്ടി വരെ പിളർന്നിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. ആഴത്തിലുള്ള മുറിവുകളുണ്ട് എന്നുള്ളതാണ്. അമ്മയെ, രക്തം വാർന്നു കിടക്കുന്ന അമ്മയെ കാണാനായി ഇളയ മകൻ രക്തം വാർന്നു കിടക്കുന്ന അമ്മയെ കണ്ട് തിരികെ എന്താണ് എന്ന് ചോദിക്കാൻ വരുന്ന സമയത്താണ് ഈ 14 വയസ്സുള്ള അനിയൻ്റെ തലയിലേക്ക് ചുറ്റിക കൊണ്ട് ആഞ്ഞടിക്കുന്നത്. ഫർസാനയുടെ മുഖം വികൃതമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഇളയ കുഞ്ഞിൻ്റെ ഒരു കണ്ണ് അകത്തേക്ക് ചൂഴ്ന്നിറങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സൈക്കോ ഏതൊക്കെ രീതിയിൽ പെരുമാറും അതിൻ്റെ അങ്ങേ അറ്റമായിരുന്നു ഈ അഫാൻ ഈ കുടുംബത്തോട് കാണിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ആരുടെയെങ്കിലും സഹായം പുറത്തു നിന്ന് കിട്ടിയിരുന്നോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചനകൾ ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണോ നടത്തിയത്? ഇപ്പോൾ ആയുധമൊക്കെ വാങ്ങാൻ പോയത്, ചുറ്റികയൊക്കെ വാങ്ങാൻ പോയത് ഒറ്റയ്ക്കാണെന്ന് പറയുന്നു കടയുടമ, പക്ഷെ ഇയാളെ ഓർക്കുന്നില്ല. അത്തരത്തിൽ ഓർക്കാതിരിക്കുന്നത് ഇയാൾ തന്നെയാണോ അത് വാങ്ങിയത് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അമ്മയെ ഉപദ്രവിച്ചതിന് ശേഷം ഇയാൾ നേരെ വരുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. ഒരു കൂസലോ ഒരു പശ്ചാത്താപമോ ഇല്ലാതെയാണ് ഇയാൾ ഈ വീട്ടിലേക്ക് വരുന്നത്. അതിനുശേഷം വീണ്ടും ഈ വലിയച്ഛനെയും വലിയമ്മയും കൊല്ലാൻ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് അയാളുടെ മുഖഭാവം കാണാൻ സാധിക്കും. ഒരു കൂസലില്ലാതെയാണ്. ഇപ്പോൾ പിന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോഴും, എലിവിഷം കഴിച്ച് ആശുപത്രിയിൽ കിടക്കുന്നു എന്ന് പറയുമ്പോഴും ഇയാൾക്ക് ഈ ഇത്രയും പേരെ കൊന്നതിൻ്റെയോ അല്ലെങ്കിൽ തൻ്റെ ഉറ്റവരുടെ ജീവൻ തൻ്റെ കയ്യാലാണ് പോയത്, അല്ലെങ്കിൽ അവരുടെ ജീവൻ താനാണ് എടുത്തത് എന്നുള്ളതിൻ്റെ ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു സങ്കടമോ ഒന്നും ഇയാളുടെ മുഖത്തില്ല. മാത്രമല്ല ഇയാളൊരു മാനസിക രോഗിയായാൽ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുമെന്ന് ഇയാളോട് ആരോ പറഞ്ഞ്
ഇയാളെ അത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആശുപത്രിയിൽ കിടന്ന് ഇയാൾ പിച്ചും പേയും പറയുന്നു, അക്രമാസക്തനാകുന്നു, പലപ്പോഴും മരുന്നുകൾ പോലും കുത്തിവെക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ മദ്യപിച്ചിരുന്നു എന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ട് വിട്ട ഓട്ടോ ഡ്രൈവർ ശ്രീജിത്ത് പറയുന്നുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ പോലീസ് ആദ്യം ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അതിൻ്റെ രാസപരിശോധനാ ഫലമൊക്കെ പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തൊക്കെയോ ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ട്. അമ്മ എന്തിനാണ് മകനെ രക്ഷിക്കാൻ തന്നെയാണോ അമ്മ ഇങ്ങനെ കട്ടിലിൽ നിന്ന് വീണത് എന്ന് പറഞ്ഞത്, അതോ മറ്റെന്തെങ്കിലും മറയ്ക്കാനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു ദുരൂഹത തന്നെയാണ് ഈ കേസിൽ. ഇപ്പോൾ ചെന്താമരയുടെയൊക്കെ കേസ് വരുമ്പോൾ നമുക്കറിയാം ഇയാൾ അതിനൊരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവ് എന്ന് പറയുന്നത് തൻ്റെ കുടുംബം പിണങ്ങിപ്പോയതിന് കാരണം ഈ അയൽവക്കക്കാരാണ് എന്നുള്ള ഒരു സംശയത്തിൻ്റെ പുറത്ത് ഇയാൾ കാണിച്ചു കൂട്ടിയ ഒരു എന്താ പറയുക, ഒരു അതിക്രിമിനൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ അവിടെ കണ്ടത്. എല്ലാ കാര്യത്തിലും ഇപ്പോൾ കഠിനംകുളത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ആതിര എന്ന് പറയുന്ന സ്ത്രീയെ ജോൺസൺ എന്ന് പറയുന്ന ആള് വന്ന് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ കഴുത്തിൽ കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തിയതിന്റെ മോട്ടീവ് അയാളോടൊപ്പം ജീവിക്കാൻ ആ സ്ത്രീ തയ്യാറായില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ മോട്ടീവ് എന്താണ് എന്നുള്ളതാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയുണ്ട് എങ്കിൽ അമ്മയെയും ഇളയ സഹോദരനെയും കൊന്ന് ഇയാൾക്കും സ്വയം ആത്മഹത്യ ചെയ്യാം. പക്ഷേ അതല്ലാതെ ഈ മുത്തശ്ശിയെയും വലിയമ്മയും വലിയച്ഛനെയും പ്രണയിക്കുന്ന പെണ്ണിനെയും ഒക്കെ കൊന്നിട്ടുള്ള കൊല്ലാനുള്ള മോട്ടിവേഷൻ എന്താണ്? അപ്പോൾ ഇതിൽ ഈ T ആകൃതിയിലുള്ള ഒരു അത്തരത്തിൽ ഈ അനിയന്റെ തലയിൽ അത്തരത്തിലൊരു T ആകൃതിയിലൊരു ഇത് കണ്ടു എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഈ ആഭിചാരത്തിന്റെയോ സാത്താൻ സേവയുടെയോ ഫലമായി ഉണ്ടായതാണോ എന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പൂർണ്ണമായ വിവരം പോലീസ് അന്വേഷണം വഴിതെറ്റുമെന്ന് കരുതിക്കൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രമേ മോട്ടീവ് എന്താണ് എന്നുള്ളത് കൃത്യമായി, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം കൊണ്ടാണോ ഇയാൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസിലുണ്ട്. അതോ ഇനി എന്തെങ്കിലും പുറത്ത് അറിയാൻ കഴിയാത്ത പോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ, അത് മറയ്ക്കാനാണോ ഇയാൾ ഇപ്പോൾ ഈ വിച്ചുമ്പയും ഒക്കെ വിളിച്ചു പറയുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടത്തുന്നത്. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ എന്താണ് ഇയാളുടെ മോട്ടീവ്? കാരണം കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് അഫാൻ ഈ 5 പേരെയും കൊലപ്പെടുത്താനുള്ള കാരണം? ഇപ്പൊ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, തലയിൽ നീര് വന്നിട്ടില്ല, തലയോട്ടിയിൽ അത്തരത്തിൽ വീക്കമൊക്കെ വന്നാലേ ജീവന് ഭീഷണിയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. ഇനി അമ്മ സത്യം പറയുമോ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ളത് വരും മണിക്കൂറുകളിലും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.